ചോദിച്ചത്. ഈ വേഷം, ഈ ജുബ്ബ ഞാൻ തീരെ ധരിക്കാറില്ല. കാരണം സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഈ ചില ടീച്ചേഴ്സ് കളിയാക്കുമല്ലോ. അപ്പം ഞാൻ ഇൻസൈഡ് ഇത് ഷർട്ടും പാൻറ്റും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അലമാരി കുറേ കാലമായിട്ട് ഇടുന്നുണ്ട്. ഇത് ഇടാൻ ഒരു പ്രചോദനം സാറ് തന്നെയാണ്. കാരണം സാറ് ഈ ഹൈറ്റുള്ള ഇതേപോലുള്ള വേഷങ്ങൾ ധരിക്കുന്ന കാണാം. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും ഇതിട്ട് പോരാ, വെറുതെ അലമാരിലിരുന്ന് കാടാക്കണ്ടല്ലോ എന്ന് വെച്ച്. അപ്പം ജുബ്ബയിട്ടപ്പോൾ ചേരുന്നുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മടി, എല്ലാത്തിലും ഒരു മടിയാണ്. സമൂഹം എന്തു പറയും എന്നുള്ള ഈ മടി എന്ന് മാറുന്നോ അന്ന് എവിടെയിലേക്ക് എത്തുന്നുള്ളൊരു ബോധ്യമുണ്ട്. ആ മറ എന്നും നീക്കുന്നോ സമൂഹത്തെ പേടിച്ച് ജീവിക്കുന്ന ഒരു ടീമാണ് പൊതുവെ എല്ലാവരും. കാരണം ആര് എന്തു പറയും, നമുക്കുടെ സ്വാതന്ത്ര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നു പല സമയം. പിന്നെ സാറ് രണ്ടാമത് ചോദിച്ചത് വേഷവും ജീവിതവുമായി ബന്ധമുണ്ടോ എന്നാണ്. എനിക്ക് തോന്നുന്നു അതും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വേഷത്തിൽ വേഷം, ഞാൻ പണ്ട് ഞങ്ങളുടെ ബൈബിളിലൊക്കെ ഉള്ള അതാമോ അഭയം ഒരു ഡ്രസ്സും ഇല്ലാതെ നടന്ന സ്റ്റോറിയൊക്കെ നമ്മൾ വായിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വേഷം വന്നേ പിന്നാണ് സമൂഹത്തിന് ഹൈ ക്ലാസ് ലോ ക്ലാസ് അങ്ങനെയൊക്കെ ടേമായത്. കീറിയ ഡ്രസ്സ് ഇടുന്നവൻ ലോ ക്ലാസ്, ഇൻസൈഡ് ചെയ്യുന്നവൻ അല്ലെങ്കിൽ കോട്ട് ഇങ്ങനെ ഹൈ ക്ലാസ്, പിന്നെ വെള്ളയും ധരിച്ചു വന്ന രാഷ്ട്രീയക്കാരൻ, പിന്നെ അങ്ങനെ പല ഈ വേഷങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഈ സമൂഹം കൊടുത്തേക്കാണ്. എന്നാൽ ഇതുവഴി ഭിക്ഷ യാചിക്കുന്ന സ്ത്രീ ഒരു മുഷിഞ്ഞ ദേശം കൊണ്ടുവന്നാൽ അതിനെ വീട്ടിൽ പോലും അടുപ്പിക്കില്ല. അവർ കക്കാൻ വരിക, അല്ലെങ്കിൽ കീറിയ ഒരു വസ്ത്രം കൊണ്ട് ഒരാൾ നമ്മുടെ വീടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറ്റില്ല. അതേസമയം ഒരു കള്ളൻ നല്ല വിഷം കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ കയറ്റും. ഈ സാധാ ആൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അയാൾ വേണമെങ്കിൽ അയാൾക്ക് ഭക്ഷണത്തിനുള്ള പൈസയും കൊണ്ട്, ചെറിയ പൈസയും കൊണ്ട് പോകും. പക്ഷെ വലിയ ആൾ ചിലപ്പോൾ വീട് കൊണ്ടായിരിക്കും പോകും. അപ്പോൾ ഞാൻ ഈ വേഷം സാറ് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും പറയാറുണ്ട്. ഞങ്ങളുടെ ചർച്ച് അതിൽ രാവിലെ എൻ്റെ ഫാദർ കുറച്ച് ചർച്ചുമായിട്ട് ടച്ച് കുറഞ്ഞ ആൾ. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് കൃഷിക്കാരനായിരിക്കാം. ഞങ്ങളുടെ ഒരു ഹൈ ക്ലാസ് ചർച്ചാണ് ഞങ്ങളുടെ. അപ്പോൾ അതിൽ ഭയങ്കര രാവിലെ തന്നെ വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാവരും സൂപ്പറായിട്ട് വന്ന് ഇങ്ങനെ അച്ചായന്മാരെന്നൊക്കെ ഒരു വേർഡുണ്ടല്ലോ, ഒരു വെള്ള ജുബ്ബേ ഇതൊക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രസംഗിക്കുന്നത് പള്ളി ഇതിനുള്ളിലാണ്. ഒരു ദിവസം ഞാൻ കേൾക്കുക, ചർച്ച് ഇതിനുള്ളിലാണ് വേണ്ടത്. ഇവിടെ വെള്ളയിട്ട് വന്നിട്ട് ഈ ഇരിക്കുന്നവൻ്റെ ഒക്കെ നെഞ്ച് തകർന്നുകൊണ്ടിരിക്കുന്ന, വീട്ടിലടിയും പിടിയും ഒക്കെ. എന്നാൽ ഈ ചർച്ചിൽ വരാതെ പുറകിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വേഷം അതിലൂടെ കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്ത അന്നാണ്. കാരണം വേഷത്തിലല്ല കാര്യം, അത് ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ എന്നൊക്കെ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഹാർട്ടിനുള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ഹാർട്ടാണ് മനുഷ്യൻ്റെ വേഷം. ഹാർട്ട് വെള്ളയായിരിക്കണം. ഇത് വേഷം വെള്ളയും ഹാർട്ട് കറുപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് കാണുന്നത് കൂടുതൽ.